ഓണമൊക്കെ അല്ലേ വരുന്നത്. നമ്മുടെ കൊയിലാണ്ടിയിലെ ഓട്ടോ ചേട്ടന്മാരുടെ നിലവിലത്തെ സ്ഥിതിയൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞാലോ? റോഡിൻ്റെ മോശം അവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഒരു 30 രൂപേൻ്റെ ഓർഡർ പോയി കഴിഞ്ഞാൽ അതിലൊരു 100-200 റുപ്യേൻ്റെ പണി വരും. വണ്ടീൻ്റെ ഷോക്ക് അബ്സർ പല കംപ്ലൈൻറ്റുകളും വർഷോപ്പ് പോയ ഒരു 50 പൈസ ചിലത് കുറച്ച് തരില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ആൾക്കാരെന്താ വിചാരിക്കുക, നമ്മൾ പോരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ഓരോട് എന്തോ ദേഷ്യമുള്ള പോലെ, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുക. പക്ഷെ അങ്ങനെയൊന്നല്ല. നമ്മളെന്താ വെച്ചാൽ നമുക്കൊരു 30 റുപ്യേൻ്റെ ഓർഡർ പോയാൽ ചില ടൈമിന് കുണ്ടും കുഴിയുള്ള റോഡും പോയാൽ നമുക്ക് 100, 150, 200 റുപ്യേൻ്റെ അടുത്ത് വരെ പണി വരുന്നുണ്ട് വണ്ടിക്ക്. അത് ആരും കണക്കിലെടുക്കില്ല. അതിപ്പോൾ ഇവർ പോയില്ലെങ്കിൽ ഫോട്ടോ എടുക്കും, പോലീസുകാർ കൊണ്ടുപോകും, പോലീസുകാർ ഒരു 250 രൂപ ഫൈൻ ഇടും, അവർക്ക് സന്തോഷമാവും. നമുക്ക് എന്താണ് അത് പോയിക്കിൻ്റെ അതിലും വലിയ പൈസ ഇത് കൊടുക്കണം. അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് അതാണ് പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ വളരെ കുറവാണ് ഓട്ടമല്ലോ. പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ പൊതുവേ കൊറോണ വന്നതിൻ്റെ ശേഷം ഒരുവിധ ആളെടുത്തെല്ലാം വണ്ടി ആയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ടൗണിൽ വരുന്ന അധികം വണ്ടി എടുത്തൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവേ വണ്ടിക്ക് ഓട്ടോറിക്ഷയ്ക്ക് പൊതുവേ കുറവാണ്. പോരാതെ ഇപ്പോൾ ഫുള്ള് ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. അതുകൊണ്ടും കുറേ ആൾക്കാർ ടൗണിലേക്ക് വരുന്നതും കുറവാണ്. ഒന്നുമില്ല, മാറ്റം വരാമെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നല്ലൊരു റോഡ്, പോകാൻ പറ്റില്ല, നല്ലൊരു റോഡ്